ആവേശകരമായ പ്രതികരണങ്ങളോടെ ചത്താപ്പച്ച തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. മേക്കിംഗിൽ മലയാളത്തിന് പുതിയൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ചിത്രം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ സംബന്ധിച്ച ആദ്യ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. അടിമുടി ഇടിപ്പടം, ശരിക്കും തൃശൂർ പൂരം കണ്ടുകഴിഞ്ഞിറങ്ങിയതുപോലെ അടിപൊളി. അങ്ങനെ മലയാളത്തിൽ പുതിയൊരു വൈബ് പടം കൂടി എത്തിയിരിക്കുന്നു. എന്നാ പരിപാടിയാണ് മോനെ, സീൻ ഐറ്റം. 2026 ഫുൾ ഇത് തൂക്കും. അടിയുടെ പൂരവുമായി അർജുൻ അശോകനും റോഷൻ മാത്യുവും വിശാഖ് നായരും ഒപ്പം ഞെട്ടിക്കാനൊരു ക്യാമിയോ റോളും, അതായത് മമ്മൂട്ടിയും. പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലിംഗായി ഇരുത്തുന്ന ചത്താപ്പച്ച അടി മുതൽ മുടി വരെ ഇടി നിറച്ച ആക്ഷൻ പടമെന്ന് സംശയമില്ലാതെ പറയാം. ഡു ഓർ ഡൈ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് കൊച്ചിക്കാരുടെ മലയാളമാണ് ചത്താപ്പച്ച. സൗഹൃദങ്ങളുണ്ട്, ഇമോഷനുണ്ട്, ഫണ്ണുണ്ട്, ഒപ്പം കട്ട ഇടിയും. ഇതാണ് ഈ സിനിമയുടെ പ്രമേയം. തിയേറ്ററിൽ ഓളം തീർത്ത് ചത്താപ്പച്ച അങ്ങനെ മുന്നേറുന്നു. ചിരിയും കണ്ണീരും നനവും ബന്ധങ്ങളുടെ ആഴവും തീപാറുന്ന ആക്ഷനും തമാശകളുമെല്ലാം സമാസമം ചേർത്തൊരു പക്കാ പാക്കേജ്. പ്രേക്ഷകരുടെ കയ്യടികൾ നേടി മുന്നേറുകയാണ് ഇന്ന് ചത്താപ്പച്ച. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സ്വപ്നങ്ങളും പ്രതിസന്ധികളുമായി എത്തുന്ന ചത്താപ്പച്ച പറഞ്ഞു പോകുന്നത് ഒരു കൂട്ടം കൂട്ടുകാരുടെ കഥ തന്നെയാണ്. ചിത്രത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്നത് അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൗക്കത്ത്, വിശാഖ് നായർ എന്നിവരുടെ അസാമാന്യ പ്രകടനം തന്നെയാണ്. റെസ്ലിംഗ് താരങ്ങളായി മാറുന്നതിനായി ഈ നടന്മാർ നടത്തിയ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും ഡെഡിക്കേഷനും ഓരോ ഫ്രെയിമിലും പ്രേക്ഷകർക്ക് ദൃശ്യമാകും. കയ്യടി നേടുന്ന മികച്ച ആക്ഷൻ സീക്വൻസുകളാണ് 4 പേരും ചേർന്ന് പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത്. കേവലം അഭിനയിക്കുക എന്നതിലുപരി കഥാപാത്രത്തിന് കരുത്തും വേഗതയും ഉൾക്കൊള്ളാൻ തങ്ങളാൽ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത ഇവരുടെ അർപ്പണബോധം ഇന്ന് വരെ മലയാള സിനിമയിൽ കാണാത്ത മറ്റൊരു അനുഭവം തന്നെയാണ് ചത്താപ്പച്ചയിലൂടെ നൽകുന്നത്. ചിത്രത്തിന്റെ സാങ്കേതിക മികവാണ് ചത്താപ്പച്ചയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന മറ്റൊരു ഘടകം. കേവലം ഒരു ആക്ഷൻ സിനിമ എന്നതിലുപരി ഹൃദയസ്പർശിയായ സൗഹൃദത്തിനും ആത്മബന്ധങ്ങൾക്കും സിനിമ നൽകുന്ന പ്രാധാന്യം പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കും, കാഴ്ചക്കാരുടെ കണ്ണു നിറയ്ക്കും. തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ പ്രകടമായ ക്രാഫ്റ്റ് തെളിയിച്ച സംവിധായകൻ തന്നെയാണ് ഇതിലെ പ്രധാനി അദ്വൈത് നായർ. അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ സംവിധായകൻ. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ സംബന്ധിച്ച കണക്കുകളും പുറത്തെത്തിയിരിക്കുകയാണ്. ചിത്രം ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനം നേടിയത് 3.9 കോടിക്ക് മുകളിലാണെന്നാണ് പറയുന്നത്. ഓവർസീസ് കണക്കുകൾ പുറത്തെത്തിയിട്ടില്ല, എങ്കിലും മികച്ച കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ചില റിവ്യൂകൾ പ്രകാരം ചിത്രത്തിന്റെ ആദ്യ പകുതി അല്പം ലാഗ് ഉണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ഒളിപ്പിച്ചു വെച്ച ട്വിസ്റ്റുകൾ പ്രേക്ഷകർക്കേറെ തിയേറ്ററുകളിൽ കുറച്ചുകൂടി ആവേശകരമായി മാറി. WWE പ്രേമികൾക്ക് ഈ നൊസ്റ്റാൾജിക് അനുഭവം സമ്മാനിക്കുന്നതിനോടൊപ്പം സർപ്രൈസായി എത്തിയ മമ്മൂട്ടിയുടെ വേഷം ചിത്രത്തിന്റെ ഹൈലൈറ്റും ഹൈപ്പുകളായി മാറുകയാണ്. എന്തായാലും ചിത്രം മൊത്തത്തിൽ ആരെയും നിരാശപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.